السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. والحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ഇന്ന് ശവ്വാൽ 4 ബഹുമാനപ്പെട്ട അല്ലാഹു സുബ്ഹാനഹു വ തആല ഔന്നത്യങ്ങൾ നൽകി അള്ളാഹുവിലേക്കും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്കും മഹബ്ബത്ത് വെച്ച് അള്ളാഹുവിനെ വഴിപ്പെട്ട് അള്ളാഹുവിലേക്ക് ലയിച്ചു ചേർന്ന ബഹുമാന്യരായ ഖുതുബുൽ ആലം റഈസ് സാഹിദീന ശൈഖുൽ ഔലിയാ സിയം വലില്ലാഹിൽ മടവൂരി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് അവരുടെ ഓർമ്മ ദിവസമാണ് ഇന്ന്. അവിടുത്തെ ഉറൂസ് മുബാറക്ക് നടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആനിൽ കാണാം, അല്ലാഹു നൂറുസ് സമാവാതി വൽ അർള്, അല്ലാഹുവാണ് ഈ ലോകത്ത് പ്രകാശം. അല്ലാഹ് എന്ന ചിന്തയ്ക്ക് മാത്രമേ പ്രകാശമുള്ളൂ. ബാക്കിയുള്ളത് മുഴുവനും തമസാണ്, ഇരുട്ടാണ്. അപ്പോൾ ലോകത്തുള്ള മനുഷ്യർക്ക് നേർവഴിയിലൂടെ സഞ്ചരിക്കണമെങ്കിൽ എന്നല്ല, പ്രകാശം ഒരു മനുഷ്യന് ആവശ്യമാണെങ്കിൽ അല്ലാഹ് എന്ന ചിന്ത അവനിലുണ്ടാകണം. അല്ലാഹ് എന്ന പ്രകാശ ചിന്തയുണ്ടാകുമ്പോഴാണ് ഒരു മനുഷ്യന്റെ മസ്തിഷ്കവും അവന്റെ ഹൃദയവും അവന്റെ പ്രവർത്തനവും പ്രകാശപൂരിതമാകുന്നത്. അങ്ങനെ അല്ലാഹ് എന്ന ചിന്തയിലേക്ക് ലയിച്ചു ചേർന്ന് അല്ലാഹ് എന്ന ചിന്തയല്ലാത്ത മറ്റൊരു ചിന്തയുമില്ലാതെ ജീവിതം മുഴുവനും അല്ലാഹുവിലേക്ക് അർപ്പിച്ച് സമർപ്പിച്ച ഖുതുബുൽ ആലം റഈസ് സാഹിദീൻ ശൈഖുൽ ഔലിയാ സിയം വലില്ലാഹിൽ മടവൂരി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് അവര് ലോകത്തിന്റെ ഹിദായത്തിന്റെ പ്രകാശമാണ്. വിജയത്തിന്റെ നിധാനം അവിടെയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു ദിവസം ഓരോ ദിവസങ്ങളിലും ആയിരക്കണക്കിന് ആളുകൾ അവരെ കാണാൻ വേണ്ടി കോഴിക്കോട് മൂപ്പന്റെ വീടിന്റെ മുമ്പിൽ ക്യൂ നിൽക്കുമായിരുന്നു. അവരുടെ വേവലാതികൾ പറയുമ്പോ, അവരുടെ ആവലാതികൾ പറഞ്ഞിട്ട് ആ തിരുസവിധത്തിൽ വെച്ച് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി പോകുമായിരുന്നു. ഇത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാണ്. വലൈസാ ലനാ ഇല്ലാ ഇലൈക ഫിറാറുനാ വഅൈനാ ഫിറാറുൻ നാസി ഇല്ലാ ഇലർ റുസുലി. പ്രിയപ്പെട്ടവരെ, സഹാബത്തുൽ കിറാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നിട്ട് പറയും, നബിയേ, ഞങ്ങളുടെ പ്രശ്നങ്ങളും ഞങ്ങളുടെ ആവലാദികളും വേവലാദികളും ബോധിപ്പിക്കാൻ ഈ സവിധമല്ലാതെ മറ്റേത് സവിധമാണുള്ളത്. അതുകൊണ്ട് ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക്, പ്രതിസന്ധികൾക്ക്, പ്രയാസങ്ങൾക്ക് പരിഹാരം കണ്ടെത്തി തരേണ്ടതും ഈ പരിസരമാണ് എന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അനുയായികൾ വന്ന് പറയുന്നത് പോലെ, വിശ്വാസികൾ ഖുതുബുൽ ആലം റഈസ് സാഹിദീൻ ശൈഖുൽ ഔലിയാ സിയം വലില്ലാഹിൽ മടവൂരി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് അവരുടെ സവിധത്തിൽ വന്ന് ആയിരക്കണക്കിന് ആളുകളുടെ പതിനായിരക്കണക്കിന് പ്രയാസങ്ങൾ ദിവസവും പരിഹാരം കണ്ടെത്തിയിരുന്ന ഒരു വേദിയായി ചരിത്ര പ്രസിദ്ധമാണ്. അതുകൊണ്ട് ഇന്ന് ഖുതുബുൽ ആലമിന്റെ ഉറൂസ് മുബാറക്ക് നടക്കുകയാണ്. എല്ലാവരും അവിടുത്തേക്ക് ഫാത്തിഹകൾ ഓതുക, യാസീൻ ഓതുക, നമ്മളുടെ ആവശ്യങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കുക. തീർച്ചയായും അള്ളാഹുവിലേക്ക് ലയിച്ചു ചേർന്ന മഹാന്മാരുടെ മദദ് കൊണ്ട് മാത്രമേ നമുക്ക് വിജയിക്കാൻ കഴിയുകയുള്ളൂ. അല്ലാതെ മറ്റൊരു വഴിയിലൂടെ നമുക്ക് വിജയിക്കാൻ സാധ്യമല്ല എന്ന് കൃത്യമായി ഓർമ്മപ്പെടുത്തി ഈ നവാവിൻ എന്ന പ്രസ്ഥാനം അൽഹംദുലില്ലാഹ് അതിന്റെ വളർച്ചയും അതിന്റെ ഉയർച്ചയും അതിന്റെ മുന്നോട്ടുള്ള ഓരോ ചുവടുവെപ്പും ഖുതുബുൽ ആലമിന്റെ മദദ് കൊണ്ട് മാത്രമാണ് എന്ന്
ഞാൻ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തി അവിടുത്തേക്ക് ഫാത്തിഹ ഓതുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ സംരംഭങ്ങളും വിജയിപ്പിച്ചു നൽകുമാറാവട്ടെ. നമുക്ക് വിജയം അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.